ഇന്ന് ലിസാസ് ഫ്ലേവേഴ്സിൽ കൂടെ നല്ല മുരിങ്ങയില പപ്പടം തേങ്ങ അരച്ച കറിയാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കറി. മുരിങ്ങയില വെച്ചിട്ട് നല്ല ഒരു ന്യൂട്രീഷ്യസ് ചാറുകറിയാണ്, ഒഴിച്ചുകറിയാണ് ഞാനിന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ ഇതേ മുരിങ്ങയില ഒരു 2 കപ്പ് അതിൻ്റെ ഇല അടർത്തി എടുത്തിട്ടുണ്ട്. പിന്നെ അരയ്ക്കാനായിട്ട് ഒരു മുറി തേങ്ങ, 1/2 ടീസ്പൂൺ നല്ല ജീരകം, 5-6 അല്ലി വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 പച്ചമുളക്, ഇത് അരച്ചെടുക്കാനായിട്ട്. പിന്നെ ഇതിന് വറുത്തിടാനായിട്ട് പപ്പടം ചെറുതായിട്ട് അരിഞ്ഞത് ഒരു കപ്പ്. ഇപ്പോൾ 2 കപ്പ് മുരിങ്ങയിലയാണെങ്കിൽ 1 കപ്പ് പപ്പടം. പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ, ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു 5 എണ്ണം. പിന്നെ വറുത്തിടാനായിട്ട് കടുക് 1/2 ടീസ്പൂണ്, 2 വറ്റൽമുളക്. അപ്പോൾ നല്ല ചോറിനൊക്കെ ഒഴിച്ചു കൂട്ടാൻ പറ്റിയ നല്ല ഒരു മുരിങ്ങയില പപ്പടം കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് കണ്ടു നോക്ക്. അപ്പം മുരിങ്ങയില പപ്പടം കറി വെക്കാനായിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നേരത്തെ പറഞ്ഞ ആ തേങ്ങ, വെളുത്തുള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ അരച്ചത്, ആ പേസ്റ്റ് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. പിന്നെ ഉപ്പ് ഇപ്പോൾ ചേർക്കണ്ട, നമ്മൾ പപ്പടം ചേർക്കുന്നതുകൊണ്ട് ലാസ്റ്റ് ഇളക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്താൽ മതി. ഇനി ഇതിൻ്റെ കൂടെ ആ മുരിങ്ങയിലയും കൂടെ, മുരിങ്ങയില ഇട്ട് 2 കപ്പോളം മുരിങ്ങയില. അത് വെന്ത് വരുമ്പോൾ ഒന്നും ഉണ്ടാവില്ല, പക്ഷേ നല്ലൊരു ടേസ്റ്റി കറിയാണ്, ഒഴിച്ചു കൂട്ടാൻ പറ്റിയ നല്ലൊരു കറിയാണ്, നല്ല ഹെൽത്തിയുമാണ് മുരിങ്ങയില. ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തു. കുറച്ച് വെള്ളം കൂടെ അതിനകത്തോട്ട് ആഡ് ചെയ്യണം. ആഡ് ചെയ്തിട്ട് നമുക്ക് അതിനെ വേവിക്കാനായിട്ട് വെക്കാം. അരപ്പ് കഴുകിയ ആ വെള്ളത്തിൽ അതിനകത്ത് തന്നെ കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. ഈ കറി കുറച്ച് നീണ്ടിരിക്കണം. എന്താ വെച്ചാൽ നമ്മൾ ലാസ്റ്റ് പപ്പടവും കൂടെ ചേർക്കുന്നുണ്ട്, അത് കുതിർന്ന് പോകുന്നതുകൊണ്ട് നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ കുറച്ച് നീട്ടി ഉണ്ടാക്കണം. അപ്പോൾ ഇത് ആവശ്യത്തിന് കൺസിസ്റ്റൻസി ആയെന്ന് തോന്നുന്നു. ഇത് കുക്ക് ചെയ്ത് വരട്ടെ. ഉപ്പ് ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഉപ്പ് ആഡ് ചെയ്യണ്ട. ജസ്റ്റ് തേങ്ങ അരച്ചതിനകത്ത് ഈ മുരിങ്ങയില ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഞാനിപ്പോൾ ഒന്ന് മൂടി വെച്ച് വേവിക്കാൻ പോകും. നമ്മുടെ മുരിങ്ങയില കറി ഒന്ന് തുറന്ന് നോക്കാം. കണ്ടോ, മുരിങ്ങയിലൊക്കെ വെന്ത് കളറൊക്കെ മാറി ചാറൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട്. പക്ഷേ കുറച്ചും കൂടെ കുറുകും നമ്മൾ പപ്പടം കൂടെ ചേർക്കും. അപ്പോൾ ഈ കുറച്ച് നീണ്ട കൺസിസ്റ്റൻസിയിൽ ഞാനിപ്പോൾ ഇതങ്ങ് ഓഫ് ചെയ്യാൻ പോവാം. എന്നിട്ട് നമുക്ക് ഈ അടുപ്പത്ത് പപ്പടം വറുത്ത് കടുവും വറുത്ത് അതിൻ്റെ മുകളിൽ ഇടാം. ആ പ്രോസസ്സ് എനിക്ക് കാണിച്ചു തരാം. നമ്മുടെ മുരിങ്ങയില പപ്പടക്കറിക്ക് ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ അതിനകത്തോട്ട് പപ്പടം ഒന്ന് വറുത്തെടുക്കുവാണ്. ഒരു 1/2 കപ്പ് പപ്പടം ചെറുതായിട്ട് മുറിച്ചത് നമുക്ക് വറുത്തെടുക്കാം. വറുത്ത് കഴിയുമ്പോൾ അടുപ്പത്തൊന്ന് മാറ്റണം. ഇപ്പോൾ ഒരു സെറ്റും കൂടെ വറുക്കാനുള്ളത് കാണാം. ഞാൻ അടുപ്പത്തൊന്ന് മാറ്റാൻ പോകും. ഒരു സെറ്റ് നമ്മൾ വറുത്തെടുത്തു പപ്പടം, അടുത്ത സെറ്റും കൂടെ ഇട്ട് കൊടുക്കുക. അങ്ങനെ ചെറിയ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ചെറുതായിട്ടൊന്ന് മുറിച്ചൊന്ന് ഇട്ടാൽ മതി. എന്നാലേ അതിനകത്തോട്ട് ആ കറിയിൽ അതങ്ങ് സോക്കായി ശരിക്ക് കിട്ടുകയുള്ളൂ. കുറച്ച് നമുക്ക് ഗാർണിഷിങ്ങിന് മുകളിൽ വെക്കണം. ഇനി ഇതും ഞാൻ എണ്ണയിൽ നിന്ന് കോരട്ടെ. ഇപ്പോൾ പപ്പടം ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. എണ്ണയിൽ നിന്നൊന്ന് എടുക്കാം. ചെയ്യേണ്ടത് ഈ എണ്ണയിൽ തന്നെ നമുക്ക് കടുക് ഒന്ന് പൊട്ടിക്കാനായിട്ടിടാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ചെറിയ ഉള്ളി അതിനകത്ത് ഇട്ടൊന്ന്, അതായത് നമ്മളെ പപ്പടം വറുത്ത സെയിം എണ്ണ തന്നെയാണ് ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ രുചിയൊക്കെ, ആ പപ്പടത്തിൻ്റെ രുചിയൊക്കെ ഈ വെളിച്ചെണ്ണയിലുണ്ടാകും. വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കുന്നതാണിത് നല്ലത്. കടുകൊന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഈ കറിയൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെ ഒന്ന് ഫീഡ്ബാക്ക് അറിയിച്ചാൽ നന്നായിരുന്നു. അപ്പോൾ എനിക്കും അറിയാൻ പറ്റും നിങ്ങൾ എത്ര ട്രൈ ചെയ്യുന്നുണ്ട് എന്നൊക്കെയുള്ളത്. അപ്പോൾ അതേ കടുക് പൊട്ടി വരുന്നുണ്ട്. അതിനകത്തോട്ട് ചെറിയ ഉള്ളി,
ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വരണം, ബ്രൗൺ കളറാവണം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം, ഒന്ന് നന്നായിട്ട് ബ്രൗൺ ആയി കിട്ടും. അപ്പോൾ ദേ നമ്മുടെ പപ്പടക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. മുരിങ്ങയില പപ്പടക്കറി. ഞാൻ ദേ അതിൻ്റെ മുകളിലോട്ട് കുറച്ച് പപ്പടം, നല്ല വറുത്ത പപ്പടം ഇട്ട് കൊടുത്തു. കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ. ഇനി അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ആ വറുത്ത ഉള്ളിയും കടുകും വട്ടൽമുളകും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് എന്തൊരു ഭംഗിയാണെന്ന് നോക്കി കാണാൻ തന്നെ. അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പറ്റുന്നവരൊന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്കും എന്നെ അറിയിക്കുക. ഇത്രയേ ഉള്ളൂ, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചുകറി. ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അടുപ്പങ്ങ് ഓഫ് ചെയ്യാം. അതിനകത്തോട്ട് വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കാം.